ഞങ്ങളുടെ മുണ്ടത്ത് പള്ളിയുടെ മഹല്ല് ഖത്തീബും ദർസ് വിദ്യാർത്ഥികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസില്ല. ആ മുണ്ടത്ത് പള്ളിയിൽ പുതിയ വന്ന അൻവർ വാഖി ഉസ്താദ് നമ്മളെ വലിയൊരു സുഹൃത്താണ്. ഇന്ന് മൂപ്പര് നമ്മളെ മജ്ലിസ് നമ്മളെ വീട്ടിലേക്കൊക്കെ വന്നിരുന്നു. വീട്ടിലേക്ക് വന്നു. അൽഹംദുലില്ലാ ഞാൻ എന്നെ മൂപ്പരെ തിരിച്ച് പള്ളിയിൽ കൊണ്ടേ വിട്ടത് 2022. ഞാൻ മൂപ്പരെ നേരിട്ട് കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടാണ് കണ്ടത്. പക്ഷെ ഞങ്ങൾ ഫോണിലൂടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. 2022 മൂപ്പര നാട് ചെറുകുളമ്പാണ്. അവിടെ വെച്ച് ഒരു പരിപാടിയിൽ ഒരു പ്രത്യേകം നമ്മളെ ക്ഷണിച്ചിരുന്നു. അവിടുത്തെ പള്ളിയിൽ മഹല്ലിൽ 27-ാവിൻ്റെ അന്ന്, അതായത് നോമ്പിന് റമദാൻ മാസം 2022 27-ാവിൻ്റെ അന്ന് ദുആ മജ്ലിസിന് വേണ്ടി അവർ നമ്മളെ വിളിച്ചിരുന്നു. പാതിരാ നേരത്ത് അവിടുത്തെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒക്കെ ഒരുമിച്ച് കൂടി തൗബയൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് നല്ലോണം ദുആ ചെയ്ത് പോന്നു. അവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാടായിരുന്നു. അതുപോലെ തന്നെ സമാപന ദുആ, അതുപോലെ തന്നെ മജ്ലിസിന്റെ നേതൃത്വം എന്നെയാണ് അവര് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു ബന്ധം ഉസ്താദുമായിട്ടുണ്ട്. ഉസ്താദ് തന്നെയായിരുന്നു പ്രത്യേകം ക്ഷണിച്ചിരുന്നത് നമ്മളെ. പക്ഷെ ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ സംസാരം. ഇവിടെ നമ്മളെ തൊട്ടടുത്ത മഹലിൽ ഉസ്താദ് ഖത്തീബായിട്ട് വന്നിട്ടുണ്ട്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവിടുത്തെ കുട്ടികൾ 50ഓളം കുട്ടികൾ ദർസിൽ പഠിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഉസ്താദിന്റെ ഇൽമില് ബർക്കത്ത് കൊടുക്കണേ, ഉഖ്റവിയായ പണ്ഡിതാക്കണേ. അള്ളാഹ് ശിഷ്യന്മാർക്കൊക്കെ നാഫിയാൽ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. റഹ്മാനെ, മുണ്ടത്ത് പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതത്തിൽ വിശാലമാക്കി കൊടുക്കുന്ന സന്തോഷത്തിലാക്കുന്ന. പ്രത്യേകിച്ച് എൻ്റെ വെല്ലിപ്പാന്റെ ഉപ്പ, അതായത് വാപ്പാന്റെ വെല്ലിപ്പ, അതുപോലത്തെ കുടുംബത്തിലുള്ള പല സാദാത്യങ്ങളും ദിവശ്രമം കൊള്ളുന്ന മണ്ണാണത് മുണ്ടത്ത് പള്ളി ഖബർസ്ഥാൻ. അല്ലാഹു തആല അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും വെളിച്ചമായി തരട്ടെ. നമ്മള് സിയാറത്ത് പോവാറുണ്ടല്ലോ. അപ്പൊ സിയാറത്ത് പോകുമ്പോൾ ഫസ്റ്റ് മുണ്ടത്ത് പള്ളി വെല്ലിപ്പാരെ പാപ്പാരെ മഖ്ബറയിൽ പോയിട്ടാണ് ദുആ ചെയ്ത് പോകാറുള്ളത്. അൽഹംദുലില്ലാ. പള്ളിക്ക് പോകുമ്പോൾ മെയിൻ